KMTVയുടെ വെസ്റ്റേൺ വയലിൻ ലെസൺ പാർട്ട് 44ലേക്ക് സ്വാഗതം. ഞാൻ അജയ് കുമാർ. ഇന്ന് നമ്മൾ 3 എക്സസൈസാണ് വായിക്കാൻ പോകുന്നത്. ഇറ്റാ കോഹൻസ് വയലിൻ മെത്തേഡ് പാർട്ട് 1 ബുക്കിലെ സ്റ്റെപ്പ് 21ലുള്ള 56, 57, 58 ഈ 3 എക്സസൈസാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം 56 ആണ് വായിക്കുന്നത്. 56th എക്സസൈസ് നമ്മൾ ഡി മേജർ സ്കെയിലിലുള്ളതാണ്. ആദ്യത്തെ 8 ബീറ്റ് എല്ലാം കൂടെ റെസ്റ്റാണ്. അതായത് അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫസ്റ്റിൽ 1 ബീറ്റ്, ദെൻ 4 ബീറ്റ്, അത് കഴിഞ്ഞ് 2 ബീറ്റ്, അത് കഴിഞ്ഞ് എഗെയിൻ 1 ബീറ്റ്. ടോട്ടൽ അത് കൂട്ടുമ്പോൾ 8 ബീറ്റ് റെസ്റ്റാണ്. അതായത് 2 ബാർ റെസ്റ്റ്. പക്ഷെ അതങ്ങനെ കാണിക്കാൻ ഒക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം ആ എക്സസൈസ് വളരെ സ്മൂത്ത്ലി വായിക്കണം എന്നാണ് അതിന് കൊടുത്തിട്ടുള്ള ഡയറക്ഷൻസ്. അപ്പോൾ നമുക്ക് ആ എക്സസൈസിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ സ്റ്റെപ്പ് 21ലെ ഇംഗ്ലീഷ് ഫോക്ക് സോങ് എന്ന എക്സസൈസ് സ്മൂത്ത്ലിയാണ് വായിക്കേണ്ടത്. സ്കെയിൽ ഡി മേജർ, ഫസ്റ്റ് ബാർ, സെക്കൻഡ്, തേർഡ് ബാർ, ഇതിൽ റെസ്റ്റുകളുണ്ട്. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 8 ബീറ്റ് റെസ്റ്റ് വരും. അതിന് ശേഷമാണ് അത് വായിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എക്സസൈസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ബോ മേപ്പോട്ടാണ്. സ്റ്റെപ്പ് 21ലെ തന്നെ 57th എക്സസൈസ്. സ്കെയിൽ വന്നിട്ട് എ മേജർ, ഫസ്റ്റ് 6 ബീറ്റാണ്, 3-4 ആണ് ടൈം. അതുകൊണ്ട് 6 ബീറ്റ് റെസ്റ്റ്. അതിനുശേഷം ഈ വിൻ്റർ ഗുഡ് ബൈ എന്ന എക്സസൈസ് വായിക്കണം. അപ്പോൾ അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അടുത്ത എക്സസൈസ് സ്റ്റെപ്പ് 21ലെ തന്നെ എ മേജർ സ്കെയിലാണ്. 4th ഫിംഗർ എക്സസൈസ് ആണ്. അതായത് നമ്മുടെ ചെറുവിരൽ കൊണ്ട് എങ്ങനെ വായിക്കണം, അടുത്ത നോട്ട്, തൊട്ടടുത്ത നോട്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം.
മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. വായിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഒരു നല്ല വയലിനിസ്റ്റ് ആവാൻ ശ്രമിക്കുക. നമ്മൾ സ്റ്റെപ്പ് 4 6 മുതൽ 10 വരെയുള്ള എക്സസൈസാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. ഇതിൽ എല്ലാ എക്സസൈസുകളും ഡി മേജർ സ്കെയിലിൽ തന്നെ ഉള്ളതാണ്. എല്ലാം 8 ബീറ്റ് തന്നെ റെസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഈ എക്സസൈസ്, അതായത് 6th വായിക്കുമ്പോൾ അതിനൊരു 3 തവണയാണ് നമ്മൾ വായിക്കണം. ഫസ്റ്റ് ടൈമിൽ ഫുള്ള് വായിക്കണം. സെക്കൻഡ് ടൈമിൽ ആദ്യത്തെ 2 ബീറ്റ് വായിച്ചതിന് ശേഷം നമ്മൾ 2 എന്നെഴുതിയിരിക്കുന്ന നോട്ടുകൾ ഫുള്ളായിട്ട് വായിച്ച് വീണ്ടും വന്നിട്ട് ഫസ്റ്റ് സെക്കൻഡ് ബാറുകൾ വായിച്ച് നമ്മൾ 3rd ബാറിലെ 2 നോട്ട് വായിച്ച് അവസാനത്തെ ഒരു നോട്ടും വായിച്ചാണ് ഇത് നിർത്തേണ്ടത്. അപ്പം ഞാൻ ഒന്ന് വായിക്കാം, ഒന്ന് കാണുക നിങ്ങൾ. അടുത്തത് 7th എക്സസൈസ്. എയ്ത്ത്. Ninth exercise.
അടുത്തത് റിതം എക്സസൈസ് ഓൺ ഡി ആൻഡ് എ സ്ട്രിങ്. എക്സസൈസ് 10. അപ്പോൾ ഈ റിവിഷൻ എക്സസൈസും ആദ്യം പറഞ്ഞ എക്സസൈസുകളും നന്നായി ഒന്ന് വായിച്ച് പഠിക്കുക. എളുപ്പം നിങ്ങൾക്ക് അത് വായിച്ച് പഠിക്കാനാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് എന്നെ അറിയിച്ച് അതിനുള്ള മറുപടി തേടുകയും വേണം. ബുക്ക് സംബന്ധമായിട്ട് ചിലർ എന്നോട് പറയാറുണ്ട് ബുക്ക് വേണം, അതിൻ്റെ കോപ്പി എടുത്ത് ആർക്കും അങ്ങനെ അയച്ചു തരാൻ സാധിക്കുകയില്ല, കാരണം കോപ്പി റൈറ്റ് ഉണ്ട് ഇത്. അപ്പോൾ നന്നായി പഠിക്കുക, നല്ല രീതിയിൽ പ്രാക്ടീസും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വയലിനിസ്റ്റ് ആവാൻ സാധിക്കും. അടുത്ത ഒരു ക്ലാസ്സുമായി നമ്മൾ കണ്ടുമുട്ടുന്നിടം വരെ എല്ലാവരോടും തൽക്കാലത്തേക്ക് ഞാൻ വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.